SKN കുരങ്ങൻചോലയിലാണ് ഉള്ളത്. നല്ല കാലാവസ്ഥയുള്ള, നല്ല കാണാൻ വളരെയധികം ഭംഗിയുള്ള സ്ഥലമാണ് ഈ കുരങ്ങൻചോല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സഞ്ചാരികൾക്കും നാട്ടുകാർക്കും എല്ലാം ഒരുപോലെ പ്രിയപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. എന്നാൽ ഈ കാണുന്ന മനോഹാരിതകൾക്കെല്ലാം അപ്പുറത്തേക്ക് ഒരുപാട് അപകടം പതിയിരിക്കുന്ന ഒരു മേഖല എന്നുകൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെയാണ് നാടിനെ നടുക്കിയ ആ ഒരു ദുരന്തം ഉണ്ടായത്. ആ ഒരു സംഭവം നടന്ന സ്ഥലമാണിത്. നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇന്നലെ അപകടത്തിൽപ്പെട്ട കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ ചെരുപ്പുകൾ ഉൾപ്പെടെ നമുക്കിവിടെ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇവിടെ വെച്ചിട്ടാണ് അവർക്ക് ഇടിമിന്നലേൽക്കുന്നതും അവർ മരണപ്പെടുന്ന അത്തരത്തിലുള്ളൊരു സാഹചര്യങ്ങളിലേക്കെല്ലാം കടക്കുന്നത്. പ്രധാനമായിട്ടും നാട്ടുകാർ പറയുന്നത് ഈ സ്ഥിരമായിട്ട് നാട്ടുകാർ വന്നിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. അതായത് ടൂറിസ്റ്റ്, ഈ സഞ്ചാരികൾക്കപ്പുറത്തേക്ക് നാട്ടുകാർ സ്ഥിരമായിട്ട് കഥ പറയാനൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. അത്തരത്തിൽ വന്ന് ഇന്നലെ വൈകിട്ടോടു കൂടി വന്നിരുന്നവരായിരുന്നു അവരും. കുറച്ച് നാട്ടുകാർ ഇവിടെയുണ്ട്, അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇത് സ്ഥിരമായിട്ട് എല്ലാവരും വന്നിരിക്കുന്ന സ്ഥലമാണ്. നേരത്തെ ഇത്തരത്തിൽ അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല. ഇതുപോലെ ഒരു അപകടം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. ഈ ഒരു സംഭവം ഇന്നലെ അറിഞ്ഞു വരുമ്പോഴേക്കും വൈകിയിരുന്നു അല്ലേ? അരമണിക്കൂറോളം വൈകിണ്ടായിരുന്നു. അരമണിക്കൂർ വൈകിയതിനു ശേഷമാണ് അറിഞ്ഞത്. അതിനുശേഷം പിന്നെ ഇതുപോലെ തന്നെ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി രണ്ട് പയ്യന്മാര് ആ റൂട്ടിൽ വണ്ടി നിർത്തിയിട്ടുണ്ട്. താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഇവർ കിടക്കുന്നത് കണ്ടത്. അപ്പോൾ അങ്ങേര് വന്നിട്ടാണ് ഈ നാട്ടിലെല്ലാവരും അറിയിച്ചത്. അപ്പോൾ മോള് വേറൊരാളുണ്ട്, ഈ നാടിനെ പറ്റി അറിയുന്ന ഒരാളുണ്ടായിരുന്നു. അങ്ങേര് പറഞ്ഞു ഇവിടെ നാട്ടിലുള്ളവർ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എല്ലാ നാട്ടിലൊക്കെ അറിഞ്ഞ് എല്ലാവരും പെട്ടെന്ന് രക്ഷിക്കാൻ പറ്റി. നമുക്ക് 2 ജീപ്പാണ് കിട്ടിയത് കൊണ്ടുപോകാൻ. പിന്നെയാണ് 2 ആംബുലൻസ് എത്തിയത്. പിന്നെ ആംബുലൻസിൽ എത്തിച്ചു, ജീപ്പിൽ കൊണ്ടുപോയി, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്നു. പിന്നെ നമ്മൾ അഞ്ചേരി എത്തിയതിനു ശേഷമാണ് ഒരാളും കൂടി ഉണ്ട് മിസ്സിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ താഴെ ഭാഗത്ത് നോക്കിയപ്പോഴാണ് ഇവിടെ അറിയിച്ചപ്പോൾ കുറച്ചുകൂടി ആൾക്കാർ വന്ന് തെരഞ്ഞ്. അപ്പൊ അതുമായി ആ പുല്ലുമായി ഉരുണ്ടുപോയ അടയാളങ്ങൾ കാണുന്നുണ്ട്. അപ്പോ ആ മുണ്ട് കിടക്കുന്ന അതില്. അപ്പൊ താഴെ നോക്കിയപ്പോ അങ്ങേര് കൂടിയും കിട്ടി. അങ്ങേരും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ താഴേക്ക് ഉരുണ്ടുപോയാൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. SKN അങ്ങനെയാണ്. കാരണം ഇന്നലെ ഇവിടെയാണ്, ഈ മരത്തിന്റെ ചുവട്ടിലാണ് അവർ നല്ലൊരു കനത്ത മഴ പെയ്യുകയായിരുന്നു ഏകദേശം 5 മണിയോടുകൂടി. അപ്പോൾ ഈ മരത്തിന്റെ ചുവട്ടിലേക്കാണ് അവർ മാറി ഇരുന്നത്. ഇവിടെ ഈ അവരുടെ ചെരുപ്പുകളും അവരുടെ മുണ്ടും അടക്കമുള്ള കാര്യങ്ങൾ ഈ സ്ഥലത്ത് തന്നെ ഉണ്ട്. ഈ മരത്തിന്റെ ചുവട്ടിൽ വെച്ചിട്ട് തന്നെയാണ് അവർക്ക് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, ഇവരുടെ ഈ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? പോസ്റ്റ്മോർട്ടം ഇന്നലെ രാത്രി തന്നെ ഇൻക്വസ്റ്റ് നടത്തി. ഇന്നലെ രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിരുന്നു. കലക്ടർ അതിന് വേണ്ടി ഓർഡർ കിട്ടിയിരുന്നു. പിന്നെ നമ്മൾ പൊതുദർശനത്തിന് ഒന്നിച്ച് വെക്കുക എന്നുള്ളതുകൊണ്ട് എല്ലാവരും ആ അർദ്ധരാത്രിയിൽ ഒരേ സ്ഥലത്തേക്ക് എത്തിച്ച് അവിടെ ആളുകൾക്ക് പ്രയാസം ഉണ്ടാകുന്ന വിചാരിച്ചിട്ടാണ് രാവിലെ 7 മണിക്ക് പോസ്റ്റ്മോർട്ടം തുടങ്ങാന്ന് പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം അതിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റുള്ളിൽ പോസ്റ്റ്മോർട്ടം ആരംഭിക്കും. നമ്മളൊരു 10 മണിയോടുകൂടി ഇവിടെ ടെസ്കർ ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ 4 പേര് ഒരുമിച്ച് പൊതുദർശനത്തിന് വെക്കും. അതോടൊപ്പം നിസ്കരിക്കാനുള്ള സൗകര്യം കൂടെ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ വെള്ളില മല എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അവിടേക്ക് വാഹന സൗകര്യങ്ങൾക്ക് ഒറ്റ റോഡേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് വരുന്ന പ്രയാസം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ അവിടെ പൊതുദർശനം വെച്ചിട്ടുള്ളത്, നിസ്കരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷം അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് ഈ മലയിൽ ജുമാ മസ്ജിദ് വെച്ചിട്ട് മറയിച്ചു. SKN ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. കാരണം കാണാൻ വളരെയധികം മനോഹരമായ സ്ഥലമാണ്. ടൂറിസം ഭൂപടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ ഈ ഒരു പ്രദേശം മുഴുവനായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നാട്ടുകാരടക്കം ഇവിടേക്ക് സ്ഥിരമായിട്ട് വരാറുണ്ട്. ഇന്നലെ ആ 7ഓളം വിദ്യാർത്ഥികൾ, അവർ സുഹൃത്തുക്കളാണ്, അവരൊന്നിച്ച് കഥ പറഞ്ഞിരിക്കാൻ വേണ്ടി വന്നപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ദുരന്തം. അതിന്റെ ഒരു നടുങ്ങലിൽ തന്നെയാണ് ഈ നാട്ടുകാരുമുള്ളത്. കാരണം സ്ഥിരമായിട്ട് എല്ലാവരും വന്നിരിക്കുന്ന സ്ഥലമാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം സ്ഥലങ്ങളിൽ വന്നിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് മഴക്കാലമാണ്, ഇനി ഇത്തരത്തിൽ അതൊക്കെ ഒരു മുൻകരുതലുകളായിട്ട് തന്നെ എല്ലാവരും സ്വീകരിക്കേണ്ടതാണ്. മാത്രമല്ല മഴക്കാലത്ത് നേരത്തെയും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണി അടക്കം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരോട് നമ്മൾ സംസാരിച്ചപ്പോഴടക്കം മനസ്സിലായിട്ടുള്ളത്. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലമാണ്. മാത്രമല്ല ഇവിടെ വരുന്ന ആളുകൾ തന്നെ പാറക്കെട്ടുകൾ ഒരുപാടുണ്ട്. ഇവിടെ തെന്നി വീണ് അപകടങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ വാഹന അപകടങ്ങൾ ഉണ്ടാവുക, അത്തരത്തിൽ നേരത്തെ ചെറിയ ചെറിയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇത്തരത്തിലൊരു ഇടിമിന്നലേറ്റ് 4 പേരുടെ ജീവനെല്ലാം നഷ്ടപ്പെടുക എന്നുള്ളത് അത് വലിയ ഒരു നടുങ്ങൽ തന്നെയാണ്. എന്തായാലും ഇനി ഇത്തരത്തിൽ ഈ തുറസ്സായ സ്ഥലം കൂടിയാണ്, മരങ്ങൾ കുറവാണ്. ആകെ ഒരു വലിയ മരമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് മേലേക്ക് നേരിട്ട് തന്നെ ഈ ഒരു ഇടിമിന്നൽ ഏൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഒരാൾ നേരെ താഴേക്ക് തെറിച്ച് വീഴുകയായിരുന്നു. അത് നാട്ടുകാർ അറിഞ്ഞു വന്നപ്പോഴേക്ക്, ഈ പ്രദേശത്ത് ഒന്നും തന്നെ വീടുകളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെറിയ ക്വാറികളൊക്കെയാണ് അവിടങ്ങളിൽ ആയിട്ടുള്ളത്. പ്രദേശത്തൊന്നും വീടുകളില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അപകടം ഇവിടെ നടന്ന സമയത്ത് പോലും നാട്ടുകാരും അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഈ കുരങ്ങൻചോലയിലേക്ക് വന്ന 2 ആളുകൾ ഇത് കാണുകയായിരുന്നു. അങ്ങനെയാണ് നാട്ടുകാർ അറിഞ്ഞ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഏകദേശം അരമണിക്കൂറോളം വൈകിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. തെറിച്ചു വീണ
ആ വിദ്യാർത്ഥിയുടെ മുണ്ടാണ് അവിടെ കിടക്കുന്നത്. അവിടുന്ന് നേരെ താഴേക്കാണ് ആ വിദ്യാർത്ഥി തെറിച്ച് വീഴുന്നത്. രക്ഷാപ്രവർത്തനം ചെറിയ ദുഷ്കരമായിരുന്നു. ആ വഴി തന്നെയാണ് ആ വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്തി താഴേക്കൂടെ തന്നെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതുവഴി എത്തിക്കാൻ സാധിച്ചിരുന്നില്ല. എന്തായാലും നാട്ടുകാരെല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. വൈകിട്ടാണ് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നത്, കോട ഇറങ്ങുന്നതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് കാഴ്ച ഭംഗി, അത്രയ്ക്ക് ആസ്വദിക്കാനുള്ള ഒരു സ്ഥലം തന്നെയാണ്. എന്നാൽ പോലും ഇത്തരത്തിലൊരു അപകടം പതിയിരിക്കുന്ന ഒരു വലിയൊരു ദുരന്തം, അത് നാട്ടുകാരെല്ലാം തന്നെ ആ ഒരു നടുങ്ങലിലാണ്. എന്തായാലും ആ വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് തന്നെ ഖബറടക്കം ഉണ്ടാകും. അവർ 4 പേരും, മരിച്ച 4 പേരും ഒരേ മഹല്ലിൽ ഉൾപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ 4 പേരുടെ ഖബറടക്കവും ഒരേ ജുമാ മസ്ജിദിൽ തന്നെയായിരിക്കും നടക്കുക. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.